കായംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ ഭിന്നശേഷിക്കാരൻ അജിമോൻ കണ്ടലൂരിനെ മർദ്ദിച്ച സംഭവത്തിൽ ഡിവൈഎഫ്ഐയെ തള്ളി മന്ത്രി എം ബി രാജേഷ്. മർദ്ദിച്ചവരെ ന്യായീകരിക്കില്ല എന്നും ഇടതുപക്ഷ നൈതികതയ്ക്ക് ചേരുന്നതല്ല കായംകുളത്തെ സംഭവമെന്നും മന്ത്രി പറഞ്ഞു. അജിമോനെ മർദ്ദിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകനെതിരെ പോലീസ് കേസെടുത്തു. കെഎസ്യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച സംസ്ഥാന വ്യാപക പ്രക്ഷോഭം നടത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഭിന്നശേഷിക്കാരനെതിരായ മർദ്ദനം സർക്കാർ നിലപാടല്ലെന്ന് പ്രഖ്യാപിച്ചാണ് മന്ത്രി എം ബി രാജേഷ് ഡിവൈഎഫ്ഐയെ തള്ളിപ്പറഞ്ഞത്. നാട്ടിൽ കലാപം സൃഷ്ടിക്കാൻ കഴിയാത്തതിന്റെ പ്രതിഷേധമാണ് യുഡിഎഫ് ഇപ്പോൾ നടത്തുന്നതെന്നും എം ബി രാജേഷ് കുറ്റപ്പെടുത്തി. അവരുടെ പ്ലാനിംഗ് ആരെങ്കിലും ബസിന്റെ മുമ്പിലേക്ക് തള്ളിയിട്ടെന്തെങ്കിലും അപകടം വരുത്തുക, എന്നാൽ നാട്ടിൽ മുഴുവൻ കലാപം സൃഷ്ടിക്കാം. അപ്പോൾ അതിന് പറ്റാത്തതിന്റെ നിരാശയിൽ നിന്ന് അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ്. അജിമോനെ മർദ്ദിച്ച കേസിൽ ഭരണിക്കാവ് സ്വദേശിയായ ഡിവൈഎഫ്ഐ പ്രവർത്തകനെതിരെ പോലീസ് കേസെടുത്തു. പോലീസ് കസ്റ്റഡിയിലെടുത്ത് മാറ്റുന്നതിനിടെയാണ് ഡിവൈഎഫ്ഐക്കാർ തന്നെ മർദ്ദിച്ചതെന്നും മുകളിൽ നിന്ന് നിർദ്ദേശം ലഭിക്കാതെ പ്രവർത്തകർക്ക് ഇതിന് ധൈര്യം ലഭിക്കില്ലെന്നും അജിമോൻ പറഞ്ഞു. വാഹനത്തിലേക്ക് മാറ്റുന്ന സമയത്താണ് ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ വന്ന് എന്നെ മർദ്ദിക്കുന്നത്. ആക്രമിച്ചാൽ നിങ്ങൾക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്താൻ ഡിവൈഎഫ്ഐക്ക് ധൈര്യം ഉണ്ടാകില്ല. കെഎസ്യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയുണ്ടായ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപക പ്രക്ഷോഭം നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചു. ബുധനാഴ്ച നിയോജക മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാ ജില്ലകളിലും പ്രതിഷേധ പരിപാടികൾ നടക്കും. അജിമോൻ കണ്ടലൂരിന് പുറമെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂർ മർദ്ദിച്ച കെഎസ്യു നേതാവ് എ ഡി തോമസിനെയും യൂത്ത് കോൺഗ്രസ് നേതാവ് അജിൽ ജുവൽ കുര്യാക്കോസിനെയും വിവിധ കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു. പ്രവർത്തകർക്കെതിരെ ഉണ്ടായ ക്രൂരമായ മർദ്ദനങ്ങൾ ചൂണ്ടിക്കാട്ടി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം കൂടുതൽ പരാതി നൽകാനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ ആലപ്പുഴ.